സഞ്ജു ടെക്കിക്കെതിരെ നടപടി. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും. ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും പിഴ ഈടാക്കുകയും ചെയ്യും. ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസ് എടുക്കാനും തീരുമാനമായി. നടപടി റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഹൈക്കോടതി സ്വമേധയെടുത്ത കേസാണ്. ഇതിൽ എന്തെല്ലാം നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സഞ്ജു ടെക്കിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും. ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും. പിഴ ഈടാക്കുകയും ചെയ്യും. ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ക്രിമിനൽ കേസ് എടുക്കാനും തീരുമാനമുണ്ട്. നടപടി റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, കേൾക്കാമോ? ലക്ഷ്മി, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സഞ്ജു ടെക്കിക്കെതിരെ ഏതൊക്കെ വിധത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് സംബന്ധിച്ചുള്ള നിലപാട് ഇപ്പോൾ ഹൈക്കോടതി മുൻപാകെ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. സഞ്ജു ടെക്കിയുടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്നുമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ പിഴ ഈടാക്കുകയും ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് സഞ്ജു ടെക്കിക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് സഞ്ജു ടെക്കിക്കെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്ന് അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയത്. മാത്രമല്ല, ഇത്തരത്തിൽ അപകടകരമായ വിധം വാഹനങ്ങൾ രൂപമാറ്റം വരുത്തുന്ന വ്ലോഗർമാർക്കെതിരെയും വാഹന ഉടമകൾക്കെതിരെയും കർശന നടപടി പൊതുവായി സ്വീകരിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഡ്രൈവറുടെ ക്യാബിനിലിരുന്ന വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണം. ഇത്തരത്തിൽ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്യണമെന്നാണ് നിലവിൽ ഹൈക്കോടതി ഇറക്കിയിട്ടുള്ള ഇടക്കാല ഉത്തരവിലെ നിർദ്ദേശം. ആ ഇടക്കാല ഉത്തരവിൽ തന്നെയായിരുന്നു സഞ്ജു ടെക്കിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചത്. എന്തായാലും നടപടി സ്വീകരിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ സർക്കാർ രേഖാമൂലം തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ എടുക്കുന്ന നടപടിയുണ്ടല്ലോ, അത് കൃത്യമായി മാതൃകാപരമായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഈ മോട്ടോർ വാഹന വകുപ്പ് ഇയാൾക്കെതിരെ ആദ്യം നടപടിയെടുത്ത സാഹചര്യത്തിൽ ഇയാൾ മോട്ടോർ വാഹന വകുപ്പിനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. തനിക്ക് ഇതുവരെ കിട്ടാത്ത ഫോളോവേഴ്സ് അല്ലെങ്കിൽ വ്യൂസ് ഒക്കെ ഈ ഒരു നടപടിയെ തുടർന്ന് ഉണ്ടായി എന്നുള്ളതൊക്കെ അതുതന്നെയാണ് മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സഞ്ജു ടെക്കിക്കെതിരെ കർശന നടപടി എടുക്കണമെന്നുള്ള നിർദ്ദേശം ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. പ്രത്യേകിച്ച് പരിഹാസ രൂപേണയുള്ള വീഡിയോ ഈ സഞ്ജു ടെക്കി പങ്കുവച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് സർക്കാരിനോട് ഹൈക്കോടതി കർശന നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകിയത്. എന്തായാലും പൊതുവായിട്ട് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരം വ്ലോഗർമാർക്കെതിരെ പ്രത്യേകിച്ച് ഈ മോഡിഫൈ ചെയ്തുള്ള വാഹനങ്ങൾ അത് ഉപയോഗിക്കണമെന്ന തരത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന വ്ളോഗർമാരുണ്ട്, യൂട്യൂബർമാരുണ്ട്. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഓരോ രൂപമാറ്റം വരുത്തുന്ന വാഹനത്തിന്റെ ഓരോ രൂപമാറ്റത്തിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്നുമാണ് ഹൈക്കോടതിയുടെ പൊതുവെയുള്ള നിർദ്ദേശം. നിലവിൽ സഞ്ജു ടെക്കിക്കെതിരെ സ്വീകരിച്ച നടപടികളാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെയാണ് പൊതുവായിട്ട് ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ. അതായത് ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ ഈ മോട്ടോർ വാഹന നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സഞ്ജു ടെക്കി ഈ യൂട്യൂബിലടക്കം പങ്കുവെച്ച വീഡിയോ ദൃശ്യങ്ങൾ അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ ഹൈക്കോടതി കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും സർക്കാരിനോട് കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തത്. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.